നമ്മളെ ഉമ്മൻ്റെ നിർബന്ധപ്രകാരമാണ് ഇപ്പോൾ റിയാദിലേക്ക് വന്നത് റഹീമിനെ അനിയനെ കാണാൻ വേണ്ടിയിട്ട്. ഉമ്മ ഇപ്പോൾ ഏപ്രിൽ 12 അന്നോട് കൂടിയാണ് നമ്മൾക്ക് പൈസ ക്ലോസ് ആയത്. അന്ന് ക്ലോസായി 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് റിയാദിൽ നിന്നൊക്കെ നമ്മൾ കമ്മിറ്റി പറഞ്ഞിരുന്നത് 2-3 മാസം കൊണ്ട് റഹീം മോചിതനായി നാട്ടിലെത്തും എന്ന് നമുക്ക് ഉമ്മാനോട് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മയും കുടുംബവും ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, ഇപ്പോൾ ഏകദേശം ഒരു 6-7 മാസമായി. ഉമ്മ ആകെ എന്താ പറയുക, ആകെ വിഷമത്തിലായിട്ട് കുടുംബത്തോടും എല്ലാവരോടും വിളിച്ചിട്ട് എനിക്ക് റഹീമിനെ കാണണം, അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, ഡേറ്റ് പറയൂ. അപ്പോൾ നമുക്ക് ഡേറ്റ് പറയാൻ കഴിയില്ല, ഇതൊരു രാജ്യത്തിന് നിയമമല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സഹായ സമിതി ഇവരൊക്കെ ബന്ധപ്പെട്ടു, നമ്മളെ കമ്മിറ്റിക്കാരെ ബന്ധപ്പെട്ടു. അവർക്ക് ഡേറ്റ് പറയാൻ കഴിയുന്നില്ല. ഉമ്മ പറയാ, എൻ്റെ കണ്ണടയും മുമ്പേ എൻ്റെ മകനെ കാണണം, നിങ്ങൾ അവിടെ എത്തി ജയിലിലെത്തിച്ച് അനിയനെ റഹീമിനെ മകനെ കാണിച്ചു തരണം എന്ന് വാശി പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വന്നത്. നമ്മൾ പലവട്ടം ഒഴിയാൻ നോക്കി. ഇപ്പോൾ നവംബർ 17 സിറ്റിംഗ് ഉണ്ട്. അതുവരെ ഉമ്മാനെ പറഞ്ഞു ഒരാഴ്ച കൂടി 2 ആഴ്ച കൂടി ഉള്ളൂ. നമ്മൾ വരുന്നത് ഏകദേശം 29 ആ ഡേറ്റിനായിരുന്നു, ഒക്ടോബർ. അപ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൂടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഉമ്മ സമ്മതിക്കുന്നില്ല. നിങ്ങളില്ലെങ്കിൽ മകനാണ് ഞാൻ, റഹീമിൻ്റെ ജ്യേഷ്ഠനാണ്, അപ്പോൾ നമ്മളില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും ഒപ്പം പോകുമെന്ന് പറഞ്ഞിക്കാണ്ട് ഉമ്മ വാശി പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് പോരുന്നത്. പോരാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മളെ സമിതിയുടെ പർവറ്റോണി റഹീമിൻ്റെ കേസ് നോക്കുന്ന ആൾ സിദ്ദീഖ് തൂറുമായിട്ട് ബന്ധപ്പെട്ടു. ഇങ്ങനെ ഉമ്മാക്ക് വരണം, അതിന് റഹീമിനെ കാണണം. റഹീമിനെ കാണണമെങ്കിൽ റഹീമൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരണ്ട, വരികയാണെങ്കിൽ ചങ്ങലിട്ടിട്ട് ഗ്ലാസിൻ്റെ തടസ്സം ഉണ്ടാവും. അത് അങ്ങനെ വന്നിട്ട് ഉമ്മാനെ എനിക്ക് 18 വർഷത്തിൻ്റെ ശേഷം ഉമ്മാനെ കാണുമ്പോൾ എനിക്ക് കെട്ടിപ്പിടിക്കാൻ കഴിയില്ല, അതുകൊണ്ട് വരരുതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ സിദ്ദീഖിനെ ചോദിച്ചു, ഇങ്ങനെ റഹീം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആ രീതിയിലാണെങ്കിൽ നമുക്ക് വന്നിട്ട് കാര്യമില്ല, അല്ലാത്ത രീതിയിൽ പറ്റുമോ, നേരെ ഡയറക്റ്റ് കാണാൻ പറ്റുമോ വെച്ചപ്പം റഹീം പറഞ്ഞതുപോലെ തന്നെ എന്നുള്ള മറുപടി എനിക്ക് തന്നത്. അതിൻ്റെ വോയിസൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഇങ്ങനെ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു, റിമ്മാനെ കാണിക്കൽ നിർബന്ധം, ഉമ്മ വാശി പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മനെ കാണിക്കൽ നിർബന്ധം എന്നുള്ള വേറെ വഴി നോക്കി നമ്മൾ അബഹ അമീറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. അബഹ അമീറിൻ്റെ നിർദ്ദേശപ്രകാരം അവരെ റഹീമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രതിനിധിയുമായി നമ്മൾ കോടതി പോയി. ഫസ്റ്റ് ദിവസം പോയപ്പോൾ റഹീം നിരസിച്ചു, കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല, നമ്മൾ തിരിച്ചു പോന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വീണ്ടും അമീർ ബന്ധപ്പെട്ടു ഈ പ്രതിനിധിയെ അയച്ചു. അപ്പോൾ ഒപ്പം തന്നെ സാമൂഹിക പ്രവർത്തനായ അഷ്റഫ് കുറ്റിച്ചാലുണ്ടായിരുന്നു. അവരുമായി ബന്ധപ്പെട്ട് കണ്ടാണ് നമ്മൾ അമീറിൻ്റെ അടുത്തേക്ക് എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഉച്ചയോട് കൂടി ജയിലിൽ പോയി റഹീമിനെ കണ്ടു. ഉമ്മാക്ക് പറയാളൊക്കെ ഉമ്മ പറയും, ഞാനുണ്ടായിരുന്നു, അമ്മാവനുണ്ടായിരുന്നു, ഉമ്മയും നമ്മൾ 3 പേരും റഹീമിനെ കണ്ടു, കെട്ടിപ്പിടിച്ചു. 18 വർഷത്തിന് ശേഷം ഉണ്ടായ ഒരു നല്ലൊരു സന്തോഷത്തിൻ്റെ കണ്ണീരിൻ്റെ ഒക്കെ ഒരു ദിവസമായിരുന്നു ഇന്നലെ. 18 വർഷം മുമ്പ് അവൻ നാട്ടിൽ നിന്ന് ജോലിക്ക് ഇവിടേക്ക് വന്നതിൻ്റെ അത് കഴിഞ്ഞ ശേഷം ഇപ്പോഴാണ് നമ്മൾ ലൈവായിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു സങ്കടം നിറഞ്ഞൊരു ദിവസം എന്നെ പറയാം. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളെ റൂമിലേക്ക് വന്നതാണ്. അടുത്ത ദിവസം തന്നെ നമ്മൾ നാട്ടിൽ പോവും എന്നുകൂടി അറിയിക്കുക. ബാക്കി ഉമ്മ കാര്യങ്ങൾ പറയും. ഉമ്മക്ക് പറയാൻ അപ്പം നിങ്ങൾ ചോദിച്ചോളൂ. പിന്നെ ഞാൻ വൈവലാക്കണ്ടേ, ഏതൊക്കെയായി തിരിച്ചു വരുമ്പോൾ തന്നെ നമ്മൾ എംബസിയിൽ പോയിരുന്നു. അപ്പോൾ തലേ ദിവസം, ഇന്നലെ അല്ല മെനിയാന്ന് നമ്മൾ എംബസിക്ക് മെയിൽ ചെയ്തിരുന്നു, അംബാസഡറെ കാണണം, നമുക്ക് അവിടെ വന്നിട്ട് നന്ദി പറയണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെനിയാന്ന് എംബസിക്ക് മെയിൽ അയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവിടുന്ന് നമ്മളെ യൂസുഫ് കാക്കഞ്ചേരി ഇന്ത്യൻ എംബസിയിലെ ഓഫീസർ എന്നെ വിളിച്ചിട്ട് ഇന്നലെ ഡേറ്റ് തന്നിരുന്നു 3 മണിക്ക്. അപ്പോൾ നമ്മൾ ജയിലിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇന്ത്യൻ എംബസിയിൽ കയറി അവരോട് നന്ദി അറിയിക്കാൻ വേണ്ടി കയറി അവരെല്ലാവരും കണ്ടു. DP അംബാസഡർ, ഡെപ്യൂട്ടി അംബാസഡർ ഉണ്ടായിരുന്നത്, അവരുമായി സംസാരിച്ചു. അതുപോലെ തന്നെ യൂസുഫ് കാക്കഞ്ചേരി ഉണ്ടായിരുന്നു. പിന്നെ കൺസുലേറ്റ് മൊയിൻ അക്തർ, പിന്നെ ജയിൽ രാജീവ് സെക്രട്ടറി, എംബസി ഉദ്യോഗസ്ഥർ യൂസുഫ് കാക്കഞ്ചേരി, അതുപോലെ നമ്മളെ പർവറ്റോണി സിദ്ദീഖ് തൂവൂർ എന്നിവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മളെ വരവേറ്റു, നമ്മളെ ഉമ്മക്ക് ചായ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ അവിടെ കയറി നമുക്ക് റഹീമിന് വേണ്ടി 18 വർഷം
നമ്മളെ അനിയനും വേണ്ടിയിട്ട് റഹീമിനും വേണ്ടിയിട്ട് അവരെ വർക്ക് ചെയ്ത എല്ലാവരെയും കണ്ട് നമ്മൾ നന്ദിയും നമ്മളോട് എല്ലാവരോടും കടപ്പാടും അറിയിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലെ റൂമിലേക്ക് പോയത്. പറഞ്ഞ ശേഷം ബാക്കി പറയാം. എല്ലാവരും നന്ദിയുണ്ട് പറയുന്നത്. എല്ലാവർക്കും നല്ല നന്ദി. സഹായിച്ചതിനൊക്കെ വളർന്നു പറയാൻ അറിയില്ല മക്കളെ. സന്തോഷം തന്നെ എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. ഉമ്മാക്ക് എന്താ സംഭവിച്ചാല് ഒരൊറ്റക്കൊക്കെ ആണെങ്കിലും അങ്ങനെ ഇത്രയും ആളുകളെ കണ്ടുകൊണ്ടുള്ളൊരു കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് ഈ റഹീമിനെ കാണും ചെയ്യാം, ബാക്കി ഇവിടെയുള്ള മീഡിയാസ് അതുപോലെ നമ്മളെ റഹീമിനും വേണ്ടിയിട്ട് നമ്മളൊരു രൂപ പോലും ഇല്ലാതെ പൊതുസമൂഹത്തോട് ഇത്രയും വലിയ തുക 15 മില്യൺ റിയാൽ 34 കോടി രൂപ നമുക്ക് വേണമെന്ന് ഉമ്മ കമ്മിറ്റി മുഖാന്തരം നമ്മൾ ഉമ്മാനെ വെച്ചിട്ട് മീഡിയാസിൻ്റെ മുന്നിലോ എല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 34 കോടി രൂപ നമുക്ക് കിട്ടി. അതിൻ്റെ അപ്പുറം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കണക്കുകാരൊക്കെ കമ്മിറ്റിയാണ് അവതരിപ്പിക്കുക. നമ്മളായിട്ട് ക്യാഷുമായി ഒരു ബന്ധമില്ല. അപ്പോൾ അതൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അതിനൊക്കെ പ്രയത്നിച്ചത് നിങ്ങളെപ്പോലുള്ള ചാനൽസ് യൂട്യൂബേഴ്സ് അതുപോലെ എല്ലാ മീഡിയാസ് എല്ലാ മേഖലയിലുള്ളവരും സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 34 കോടി നമുക്ക് റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി നമുക്ക് കിട്ടിയത്. നിങ്ങൾ സഹകരണം ഇല്ലെങ്കിൽ നമുക്ക് ഒരു രൂപ പോലും കിട്ടില്ല. കാരണം അറിയാമല്ലോ, ഒരു ചികിത്സക്കൊക്കെ ഒരു 50 ലക്ഷം ഒരു കോടി കിട്ടണമെങ്കിൽ മാസങ്ങളോളം പ്രയത്നിച്ചാലേ കിട്ടുള്ളൂ. ഈ 34 കോടി ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ലാസ്റ്റ് ടൈമിലേക്ക് ഒരാഴ്ച 5 ദിവസം കൊണ്ടാണ് 30 കോടി ചാടി മറിഞ്ഞത്. അതുവരെ 3-4 കോടിയായിട്ട് ഇങ്ങനെ ഒരു മാസം ഇങ്ങനെ തള്ളി നീക്കി അവസാന ഘട്ടത്തിൽ നമ്മൾ എന്ത് സംഭവിക്കും എന്നുള്ള അതിൽ നിൽക്കുമ്പോഴാണ് ലാസ്റ്റ് ടൈമിൽ വലിയൊരു സംഖ്യ എത്തിയത്. അതിൽ ഒരുപാട് പേര് പേരെടുത്ത് പറഞ്ഞ് വിട്ടുപോകും നിൽക്കുക. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. 1 രൂപ മുതൽ 1 കോടി രൂപ വരെ സഹായിച്ച സാധാരണക്കാർ മുതൽ ചെറിയ കുട്ടികൾ മുതൽ അതുപോലെ വലിയ കോടീശ്വരന്മാർ വരെ എല്ലാവരും നമ്മളോട് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് മീഡിയാസ്, ചാനൽസ് അതുപോലെ യൂട്യൂബേഴ്സ്, സോഷ്യൽ മീഡിയ വർക്കേഴ്സ്, ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാവരോടും നന്ദിയും കടപ്പാടും നമ്മുടെ മരണം വരെ റഹീമിൻ്റെ വിഷയത്തിൽ ഉണ്ടാവുമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഈ റഹീമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടേ ജ്യേഷ്ഠനാണല്ലേ, നസീറിനാണ്. അപ്പോൾ ഒരുപാട് വോയിസുകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഞാൻ റഹീമിന്റെ ജ്യേഷ്ഠനാണ്. എന്റെ അനിയനാണ് റഹീം. അപ്പോൾ ഈ സഹായ സമിതി എന്തൊക്കെ വളരെ ഗൂഢമായ രീതിയിൽ സാമ്പത്തിക ഇടപാടുകളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളൊരു വോയിസ് മെസ്സേജ് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. പിന്നെ ഒരു ഭരണകൂടത്തിന് അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്നുണ്ടെന്നുള്ള വോയിസ് ഒക്കെ കേട്ടിരുന്നു. അതിലൊക്കെ യാഥാർത്ഥ്യം എന്താണ്? നിങ്ങൾക്കിപ്പോ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ടോ, അതോ ഇനി സംശയങ്ങൾ ബാക്കിയുണ്ടോ? നിങ്ങൾ ആദ്യം പറഞ്ഞു ഒന്നുകൂടി പറയൂ, ഞാൻ വലിയ വോയിസിനെ പറ്റിയിട്ട്. അതായത് സഹായ സമിതിയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉള്ളതായിട്ട് വോയിസുകൾ പ്രചരിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ എന്റെ ഒരു വോയിസ് വന്നിട്ടില്ല. ഇല്ല, അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ സാമ്പത്തിക ഇടപാട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ നിഷ്പക്ഷമായിട്ട് നിൽക്കുകയാണ്. കാരണം പല ആരോപണങ്ങളും കുടുംബത്തിന് ആർക്കും ഇല്ല, ഒരു സംശയമില്ല. ഇപ്പോഴുമില്ല, അന്നുമില്ല, ഇന്നുമില്ല. പിന്നെ ആരോപണങ്ങൾ പല ഭാഗത്തുനിന്ന് വന്നപ്പോഴും നമ്മൾ നിഷ്പക്ഷമായിട്ട് നിൽക്കുക. കാരണം നമുക്ക് ആരോപണം വരുമ്പോൾ അതല്ല ഇത് എന്ന് പറയാൻ നമുക്ക് നമ്മുടെ അടുത്ത് തെളിവുകളില്ല. കാരണം ഇവർ കറക്റ്റ് ചെയ്യുന്നുണ്ട്, നിയമസഭാ സമിതി കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെതിരെ പല യൂട്യൂബേഴ്സും പല ആളുകളും സമിതിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ നമുക്കതല്ല ഇതെന്ന് പറയാൻ നമുക്ക് തെളിവുകളും കാര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ നിഷ്പക്ഷമായിട്ടിരിക്കുകയാണ്. അത് നമ്മളെ സുഹൃത്തുക്കളുണ്ട് 4-5 പേരുള്ള, അവരെ ഒന്ന് തമാശക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അത് അതിന്ന് ഒരു ലീക്കാക്കിയാണ്. അത് ഞാൻ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടില്ല, ചെയ്യൂല. കാരണം നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ ഇങ്ങനെ രസമായിട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിന്ന് ആരോ ആളെ പറയുന്നത് പക്ഷേ ഞാൻ അതിൻ്റെ ബാക്ക് പോകുന്നില്ല. പക്ഷേ ഞാൻ അതിൻ്റെ ബാക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അതുമായി മുന്നോട്ട് പോകണ്ടെങ്കിലല്ലേ ഞാൻ ആ വിഷയമായിട്ട് പോകുന്നില്ല. കാരണം ഇവർ ചെയ്യുന്ന കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഇവരെ ഇപ്പൊ ഇത് ഈ നിമിഷം വരെ അത് അങ്ങനെ ഒരു വിഷയം ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ബാക്കിൽ തന്നെ ബാക്കി എന്താ പറയാ അതിന്റെ സ്റ്റെപ്പായിട്ട് വരുമല്ലോ. അയച്ച ആളുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് പോയി പിടുത്തം വിട്ട് പോയി. പക്ഷെ ഞാനായിട്ട് മുന്നോട്ട് പോകുന്നത് തമാശ രൂപത്തിൽ പറഞ്ഞതാണ്.
എൻ്റെ ഇതിലുണ്ടല്ലോ, എൻ്റെ ഫോണിലുണ്ടല്ലോ, തമാശ രൂപത്തിൽ പറഞ്ഞാൽ ഗൗരവത്തിൽ പറഞ്ഞതല്ല. അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. കാരണം ഇവിടെ ഈ സമയം വരെ അവർക്ക് എല്ലാ രേഖകളും ഒക്കെ എൻ്റെ അനിയൻ റഹീമിൻ്റെ അടുത്തുണ്ട്, ഇവർ ചെയ്ത കാര്യങ്ങളെല്ലാം. ഞാൻ എൻ്റെ അപ്പുറം എനിക്ക് വേറൊന്നും കേസുമായി മുന്നോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതൊരാൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇങ്ങനെ ബോഗേസിൻ്റെ ഭാഗത്തു നിന്ന് പല ആരോപണമുണ്ട്, അതൊക്കെ ഉണ്ട്. ഞാൻ ആ രീതിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ റിയാദിൽ തിന്ന് ഇങ്ങനെ വേറെ സ്റ്റെപ്പുകളുണ്ട്. അവരുടെ വോയിസേ പുറത്തു കൊടുത്തിട്ടുള്ളൂ. അതിന് മുമ്പത്തെ വോയിസുകളൊക്കെ പറയുന്നതിൽ ഇങ്ങനെ തമാശ രൂപത്തിൽ പറഞ്ഞപ്പോൾ റിയാദത്തിന് ഞാൻ ആ വാക്കിഞ്ഞ് കേസുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞത്. കുടുംബത്തിന് അന്നും ഇല്ല, ഇന്നും ഇല്ല, ഇനിയും അപ്പോഴും ഇല്ല. ഒരു ഘട്ടത്തില് സഹായ സമിതിയെ അവിശ്വസിക്കുന്ന തരത്തിലായിരുന്നു റഹീമിന്റെ കുടുംബം. ഉമ്മയെ അല്ലെങ്കിൽ മാറ്റി നിർത്തുവാണ് കുടുംബത്തിന്റെ പ്രതികരണം. ഇപ്പോഴാണെങ്കിൽ പ്രത്യേകിച്ച് റഹീമിന്റെ ഒരു സഹോദരിയുടെ മകനെ വെച്ചിട്ട് സഹോദരിയുടെ മകൻ അങ്ങനെ പറയുന്നു, സഹോദരിയുടെ മകൻ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു തരത്തിലുള്ള ആരോപണം വരുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും നിയമസഹായ സമിതിയെയും ഇന്ത്യൻ എംബസിയെയും അവിശ്വസിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങള് പിന്നെ റഹീമിന്റെ കുടുംബത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് പല ഈ ചാനലുകളിൽ നിന്ന് വന്നിട്ടുള്ള ചില പിന്നെ നിങ്ങളുടെ തന്നെ പ്രതികരണം, യൂട്യൂബേഴ്സിന് നൽകിയ നിങ്ങളുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായ അതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പബ്ലിക്കിലേക്ക് വരണം. കാരണം നിയമസഭാ സമിതിക്കെതിരെ ഞാനാണ് മുന്നിൽ ഉണ്ടാവല്, കുടുംബം ഉണ്ടായിട്ടില്ല. നസീർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായ സംഗതി, നിയമസഭാ സമിതിക്ക് വഴി വന്നാൽ നിങ്ങൾക്ക് ചങ്ങലയിട്ട് മാത്രമേ റഹീമിനെ കാണാൻ കഴിയൂ. അതുകൊണ്ടാണ് നിങ്ങൾ അമീറിന്റെ തേടിയത് എന്നാണ് പറഞ്ഞതെന്ന് മനസ്സിലായി. അതിൽ നിങ്ങൾക്ക് സഹായ സമിതിയെ വിശ്വാസമുണ്ടോ? അവർ കള്ളം പറഞ്ഞതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, അവര് ഞാൻ പിന്നെ വാട്സപ്പിലായിരുന്നു. അതല്ല അവർ ആ പറഞ്ഞത് അങ്ങനെ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞത് കള്ളമായിട്ടാണെന്ന് തോന്നുന്നുണ്ടോ? കള്ളാണോ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഇവിടുന്ന് ഇനി ഞാൻ പറയാം. 2010 ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്റെ നാട് കൊല്ലമാണ്. ഈ വിഷയം ആദ്യം പുറത്തു കൊണ്ടുവന്ന ആളാണ് ഞാനും ഷക്കീബും. 2010 എന്റെ ഒരു നെജി കൊച്ചുകൊല്ലം. ഞാനും ഷക്കീബും കൂടി നിങ്ങളുടെ വീട്ടിൽ വന്നു. അന്ന് വീട്ടിൽ വന്നപ്പോ നിങ്ങളെ അവിടെ വെച്ച് ഞാൻ കണ്ടു. എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളെ ഉമ്മായും അവിടെ വെച്ച് കണ്ടു. ഞാൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തു. ഫറൂഖ് ഡേറ്റിലെ വെച്ചിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തു. അന്ന് ഞാൻ നസീറിന്റെ വീട്ടിലും പോയിരുന്നു. അപ്പൊ അതുപോലെ ഇങ്ങോട്ടുള്ള ആ ഒരു ക്രോണോളജി അനുസരിച്ച് എനിക്ക് കറക്റ്റ് എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് പറയാൻ കഴിയും, വസ്തുനിഷ്ഠമായി പറയാൻ കഴിയും. നസീറിനെയാണ് ഞാൻ ജയിലിൽ വെച്ച് കണ്ടത്. പ്രത്യേകം പറയണേ, അപ്പം എന്താ പറയുക, ചെറിയ വിഷയം നസീർ എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വ്യക്തമാക്കി പറഞ്ഞത്. നല്ല നസീർ നസീറിനെ ജയിലാണ് കണ്ടത്. റഹീമിനെ ഞാൻ റിയാദിലെ ധീര കോടതിയിൽ വെച്ച് നേരിട്ട് കണ്ടു. ഞാനും അഷ്റഫും മാത്രമാണ് അപ്പോൾ അവിടെ ഉള്ളത്. യൂസുഫ് കാക്കേഞ്ചേരി ഉണ്ട്. ഞങ്ങൾ നേരിട്ട് അപ്പൊ കാണുന്നു. അപ്പൊ നസീറിനെ ഞാൻ കണ്ട കാഴ്ച, ചങ്ങലയിട്ട് കയ്യില് കയ്യാമം വെച്ച് 2 പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് കണ്ടത്. അങ്ങനെ കാണാൻ പറ്റൂ. കോടതിയിൽ കൊണ്ടുവന്നത് ഞാൻ നസീറിനെ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് അവിടെ വെച്ച് കാണാണ്. ആ ഒരു കാഴ്ച എന്നെ ഒരാഴ്ചയോളം എന്റെ ഉറക്കം കെടുത്തി. അപ്പൊ അങ്ങനെയുള്ള കാഴ്ചയിലേക്ക് താങ്കളോ കൂടപ്പിറപ്പായ താങ്കളോ ഉമ്മയോ വന്ന് കാണേണ്ടതുണ്ടോ, ഒരല്പം കൂടെ വെയിറ്റ് ചെയ്തുകൂടെ എന്നൊരു ചിന്തയാണ് എനിക്കുണ്ടായിരുന്നത്. നസീറിന് അങ്ങനെ കാണാൻ കഴിയൂ. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ സഹായ സമിതി കള്ളം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ് കോടതിയിൽ പോലും കൊണ്ടുവന്നിരുന്നത്. അങ്ങനെയാണ് റഹീമിനെ കൊണ്ടുവന്നത്. റഹീമിനെ ഞാൻ ആദ്യമായിട്ട് അവിടെ വെച്ചാണ് കാണുന്നത്. നമ്മൾ തമ്മിലൊന്ന് കണ്ടു, മുഖത്തോട് മുഖം കണ്ടു. അപ്പോ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത് കള്ളത്തരം അല്ല, അങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ നിങ്ങൾ അതിനാണ് അതിന്റെ ഒരു ബദൽ മാർഗമാണ് നിങ്ങൾ ആ തേടി. ഓക്കെ, നിങ്ങൾ ആ വഴി തേടി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇവിടെ 2008 മുതൽ 2007 ജയിലിൽ വെച്ച് അഹമ്മദ് നസീറിനെ ഞാൻ കാണുന്നത്. അതിനുശേഷം ഫറൂഖ് നിവാസികളുടെ കൂട്ടായ്മ മുതൽ ഇങ്ങോട്ട് ഈ സഹായ സമിതി ഈ കാലം വരെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു ബദൽ മാർഗം തേടി വരുമ്പോഴും എന്തുകൊണ്ടാണ് ഇവരെ ആരെയും ബന്ധപ്പെട്ടുകൊണ്ടാണ് വന്നിരുന്നത്? യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വിമാനം കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ? അതിന്റെ കാരണം ഞാൻ പറയാം, അതിലേക്ക് വരുന്നത് മാധ്യമങ്ങളെ മുഴുവൻ പിന്നെ നിങ്ങൾ നന്ദി പറഞ്ഞു. നിങ്ങൾ ശരിക്കും മാധ്യമങ്ങളോട് ക്ഷമിക്കണം.
നിങ്ങൾ മാധ്യമങ്ങളോട് എല്ലാവരും സംഘടന അടക്കം പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളോട് നിങ്ങൾ അല്പം നെറികേട് കാണിച്ചു എന്ന് പറയേണ്ടിയിരിക്കും. കാരണം ആദ്യം മുതൽ ഈ നിമിഷം വരെ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്ത് വന്ന ഞങ്ങളുടെ മുന്നിൽ പിന്നെ റഹീമിന്റെ ഉമ്മയും സഹോദരനും സൗദിയിൽ എവിടെയാണെന്ന് ഇറങ്ങിയെന്ന് അറിയാതെ അഭ്യൂഹങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഗതികേടിൽ ഞങ്ങളെ കൊണ്ട് എത്തിച്ചത് നിങ്ങളുടെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്. ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു സാധ്യതയുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു നിഗൂഢമായ ദുരൂഹമായ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോയത്? നിങ്ങൾ അറിയിച്ചിരുന്നെങ്കിൽ കൃത്യമായി ഞങ്ങൾക്ക് ഈ വിവരം കിട്ടുമായിരുന്നു. ആ സമിതി സഹായ സമിതിയായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലുണ്ട്. ആദ്യമായിട്ട് റഹീം വിഷയത്തിൽ ഞങ്ങൾക്ക് അഭ്യൂഹം ഊഹാഭോഗം പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. അതൊരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഗതികെട്ട അവസ്ഥയാണ്. നോക്കൂ, ജയിലിലായിരുന്ന സമയത്ത് 2010 വരെ റഹീമും നല്ലം നസീറും ഞങ്ങളുമായിട്ട് നിരന്തരം സമ്പർക്കം ചെലുത്തിയിരുന്നു. ആ സമയത്താണ് ഞാൻ നാട്ടിൽ പോകുന്നത്. അപ്പോ റഹീമും ഇപ്പോഴും എൻ്റെ ആ ചാറ്റ് വരെ ഉണ്ട്. എന്നോട് പറയുന്നത് നാട്ടിൽ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ പോകണം, എൻ്റെ കൂടപ്പുറത്ത് നസീറിനെ കാണണം, ഉമ്മയെ കാണണം എന്ന് എന്നോട് പറഞ്ഞത്. എൻ്റെ വീട് കൊല്ലത്താണ്. ഞാൻ അതുകൊണ്ടാണ് ആ കൊടുത്ത വാക്കാണ് ഞാൻ കണ്ടിരിക്കുമെന്ന് കോഴിക്കോട് വന്നത്. അപ്പൊ ഇത്രയും ആത്മാർത്ഥമായി നമ്മൾ ഇതിനെ ഇത്രയും പിന്തുടർന്ന് വന്നിട്ടും നിങ്ങൾ ഈ പുണ്യഭൂമിയിലേക്ക് വന്നിട്ട് റഹീമിനെ കാണാൻ വന്നിട്ട് 18 വർഷം കാണാൻ വരുമ്പോൾ എന്തിനൊരു ഒളിച്ചുകളി ഞങ്ങളുടെ മുന്നിൽ നടത്തി എന്നൊരു ചോദ്യം. നിങ്ങൾ നന്ദി പറഞ്ഞതുകൊണ്ടാണ് തിരിച്ചു ചോദിക്കുന്നത്. ആ നന്ദി സ്വീകരിക്കണമെങ്കിൽ ഇതിനൊരു ക്ലാരിറ്റി ആവശ്യമാണ്. നമ്മള് ഈ ഉമ്മാന്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 3 മാസം ആയിരുന്നു മൊത്തത്തിൽ. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഫുൾ രേഖകളുണ്ട്, എല്ലാ ചാനലിലും പറഞ്ഞിട്ടുണ്ട്. അന്ന് ചെറിയ പെരുന്നാൾ കഴിഞ്ഞ ബുധനാഴ്ച ആയിരുന്നു പെരുന്നാൾ, വെള്ളിയാഴ്ച ആയിരുന്നു ക്ലോസ് ചെയ്തത്. അന്ന് പറഞ്ഞ വലിയ പെരുന്നാളിൻ്റെ മുമ്പേ ഉമ്മ പെരുന്നാളിന് റഹീമിനൊപ്പമായിരിക്കും എന്ന് പറഞ്ഞ് കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ പറഞ്ഞു. നമുക്കറിയില്ല ഇവിടുത്തെ നിയമങ്ങളും കാര്യമൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ട് സൗദിയിലേക്ക് കയറുന്നത്, വിദേശ രാജ്യത്ത് കയറുന്നത്, ഇന്ത്യ വിട്ടിട്ട് വരുന്നത് ഫസ്റ്റായിട്ടാണ്. എനിക്കൊന്നും അറിയില്ല. അപ്പം അങ്ങനെ പറഞ്ഞിരുന്നു. ഉമ്മ ആ ഒരു പ്രതീക്ഷയിലും കുടുംബ ആ പ്രതീക്ഷയിൽ തന്നെ. അപ്പം നമ്മളിങ്ങനെ നീണ്ടു പോകുന്ന സമയത്ത് ഉമ്മ അന്നേ തുടങ്ങുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ വായ പൊത്തി പിടിക്കാറില്ലോ, നിങ്ങൾ മിണ്ടാണ്ടേക്ക് റഹീം വരും. ലാസ്റ്റ് ഉമ്മ പരസ്യമായിട്ട് രംഗത്ത് വന്ന് ഇന്നെ മാറ്റി നിർത്തിയിട്ട് രംഗത്ത് വന്ന് അങ്ങനെ എല്ലാവരും എത്തിയപ്പോൾ എല്ലാവരും ഫസ്റ്റ് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ രണ്ടാമത് പിന്നെ അതിനെതിരായിട്ട് ഉമ്മ പോവണ്ട, പെട്ടെന്ന് പിന്നെ റഹീം ഇങ്ങോട്ട് വരും, 2-3 ആഴ്ച കൊണ്ട് വരും എന്ന് പറഞ്ഞ് റഹീം അടക്കം എന്നെ വിളിച്ചിട്ട് വരെ ബ്ലോക്ക് ചെയ്തു, ഉമ്മാനെ വിളിച്ച് ബ്ലോക്ക് ചെയ്തു. അങ്ങനെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിർത്തിവെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ നവംബർ 17 21 വന്ന് ഒക്ടോബർ 17 21. അപ്പോൾ നമ്മൾ ഒക്ടോബർ 17 വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ 21 ഇപ്പോൾ 21 വരെ വെയിറ്റ് ചെയ്തപ്പോഴും ഉമ്മ പറഞ്ഞു 21 കഴിഞ്ഞ എൻ്റെ എന്നോട് ചോദിച്ചു 21 കഴിഞ്ഞു, ഇനി എന്നാ ഇപ്പോൾ ഡേറ്റ് പറയുന്നത്, എനിക്ക് പറയാൻ കഴിയുമോ, നീ വരില്ലെങ്കിൽ? ഞാൻ പറഞ്ഞു നമ്മൾ ആരും വരില്ല, ഇനി ഓരോന്ന് എത്ര ഉണ്ടെന്നുള്ള നമുക്കറിയാം, ഇപ്പോൾ എല്ലാം കഴിഞ്ഞല്ലേ, റദ്ദ് ചെയ്തല്ലേ. അപ്പോൾ ഉമ്മ പറഞ്ഞു നീ വന്നില്ലെങ്കിൽ ഞാൻ ആരെങ്കിലും കൂട്ടിപ്പോവും. ഉമ്മ തന്നെ പറഞ്ഞു. പക്ഷെ നമുക്ക് പറയാൻ കഴിയാത്തതുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഞാൻ വേണം മാറി നിന്നിട്ട് ചോദിച്ചോളൂ. ഉമ്മ പ്രായം കൊണ്ട് കളവ് പറയില്ല എന്ന് നിങ്ങൾക്ക് വിശ്വാസമാണ്. ചോദിക്കണം, കാരണം ഇമ്മൻ്റെ നിർബന്ധ ബുദ്ധിയോട് കൂടി തന്നെയാണ് ലാസ്റ്റ് ഇങ്ങനെ മുടക്ക് വന്നിരുന്നു. റഹീമിൻ്റെ ഭാഗത്തും വന്നിരുന്നു, പിന്നെ കമ്മിറ്റിയുടെ ഭാഗത്തും വന്നിരുന്നു. എല്ലാ ഭാഗത്തും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് പറഞ്ഞു, ഇങ്ങനെ സമ്മതം വാങ്ങിച്ചു. എന്താണ് ഔദ്യോഗികമായിട്ട് തന്നെ ഈ സിദ്ദീഖ് തൂരായിട്ട് സംസാരിച്ചു. ഇങ്ങനെ ഈ ഒരു അവസ്ഥ പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ വേറെ വഴി തേടിയിട്ട് സ്വകാര്യമായിട്ട് വരാൻ കാരണം. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിന്റെ മുന്നിൽ അന്നു മുതൽ നിൽക്കുന്ന ഒരാളാണ് അഷ്റഫ് വേങ്ങാട്ടിന് ഈ നിങ്ങളോട് തിരിച്ചിട്ട് യാതൊരു വിവരമില്ല, ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഓക്കെ, നിങ്ങൾ ബദൽ മാർഗം തേടിയതിൽ ഞാൻ നസീറിനെ അഭിനന്ദിക്കുന്നു. കാരണം ഉമ്മ വന്ന് നസീറിനെ ഞാൻ പറഞ്ഞില്ലേ ഒരു ബന്ധവുമില്ല നസീറുമായിട്ട്, അമ്മ ചാറ്റ് ചെയ്തൊരു ബന്ധമുണ്ട്. എനിക്ക് ഒരാഴ്ച ഉറക്കം നഷ്ടപ്പെട്ടു. നസീറിനെ റഹീമിനെ ആ കാഴ്ച കണ്ടിട്ട് എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. അപ്പൊ ആ ഒരു കാഴ്ചയിൽ നിങ്ങൾ രണ്ടുപേരും ഒന്ന് കാണുന്നത് എന്റെ അമ്മ പറഞ്ഞു ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊരു ബദൽ മാർഗം തേടിയത് വളരെ അത് നിങ്ങളെ അഭിനന്ദിക്കുന്നു, അത് നല്ലൊരു മാർഗം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാർഗം കിട്ടി. ആ മാർഗം കിട്ടപ്പോ അതുവരെ മാർഗം നയിച്ചു തന്നിരുന്നവരെ മറക്കുക എന്നുള്ളത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അവരെ അറിയിക്കാം, നിങ്ങൾ ഇപ്പൊ നന്ദി പറഞ്ഞ ഈ മാധ്യമ പ്രവർത്തകരെ അറിയിക്കാം. ഈ മാധ്യമങ്ങൾ മുഴുവൻ ഇവിടെയുള്ള റിയാദുള്ള മുഴുവൻ മാധ്യമങ്ങൾ ഒറ്റ മനസ്സിലാണ് റഹീമിന്റെ. നോക്കൂ, അവർ മാധ്യമപ്രവർത്തകരെ മാറി നിൽക്കല്ല ചെയ്തത്, അവർ ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാവുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ നിങ്ങൾ ആ ഒളിച്ചു വെച്ചത് ആണ് ഇപ്പോ ഈ പല സംശയങ്ങൾക്ക് അനാവശ്യമായ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രവാചകം പഠിപ്പിച്ചതാണ് ആണ് ഞാൻ പറയുന്നത്.
ആ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നതിലേക്ക് മറ്റു പലത് ചിന്തിക്കുന്നതിലേക്ക് വരെ എത്തിച്ചത്. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു സംഗതി നടത്തരുതെന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇതുപോലെ നസീറിനെ ഇങ്ങനെ നസീറിനെ ശരിയായ രീതിയിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു ബദൽ മാർഗം തേടി. പക്ഷേ ഞങ്ങൾ വരികയാണ് എന്ന് നിങ്ങൾക്ക് സഹായ സമിതി അറിയിക്കാം, ഞങ്ങളെ അറിയിക്കാം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നല്ലൊരു സ്റ്റെപ്പ് എടുത്തില്ലേ? നിങ്ങൾ ഞങ്ങളെ കാണാൻ തയ്യാറായില്ലേ? ഇതെന്തുകൊണ്ട് നിങ്ങൾ ആ വന്ന ഒക്ടോബർ 30 നിങ്ങൾ വരുമ്പോൾ അന്നേ ചെയ്തതായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ വരവിനെ അല്ലെങ്കിൽ റഹീമിനെ കാണാൻ വേറെ ആരെങ്കിലും തടസ്സം നിൽക്കുമോ നിങ്ങൾ ഭയന്നിരുന്നു. അതുണ്ടായിരുന്നു. എന്താണ് നമുക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. റഹീം അടക്കം ഉമ്മ 18 വർഷം ആയോ റഹീം ഉമ്മയുള്ള ബന്ധം, റഹീം മുടക്കും ബന്ധവും ഉണ്ടായോ നമുക്ക് സംശയം. അല്ലാതെ നമുക്ക് എന്താന്നുള്ളത് അറിയില്ല. അപ്പൊ ഈ ഒരു മുടക്ക് വന്നപ്പോൾ ഇനിയും മുടങ്ങി പോവോ എന്നുള്ള സംശയത്തിൽ എൻ്റെ അമ്മ പറഞ്ഞ വാക്കുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞ വാക്ക് എനിക്ക് ഭയങ്കര വിഷമം തട്ടി. കാരണം എൻ്റെ കണ്ണട എനിക്ക് പൊരുത്തണ്ടാവില്ല അറിഞ്ഞു. പിന്നെ ഞാൻ അത് റിസ്ക് എടുത്ത് കൊണ്ടുള്ള എൻ്റെ കടമയാണ്, എൻ്റെ ഉമ്മയാണ്. ഉമ്മ പറയും, ഉമ്മ പറയാൻ ഉമ്മ അങ്ങനെ സംസാരിക്കുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, അന്ന് ആർമി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് പൈസ ഇല്ലെങ്കിൽ തല വെട്ടിപ്പോവും എന്നുള്ള എന്താണ് ഏപ്രിൽ 16 പൈസ ആയിട്ടില്ല, കൊടുത്തിട്ടില്ല, തല വെട്ടിപ്പോകുന്ന പറഞ്ഞപ്പോൾ ഉമ്മാൻ്റെ സമ്മതം തെറ്റിയിട്ടാണ് നിങ്ങളൊക്കെ ചാനലിൽ എല്ലാവരും ഫോട്ടോ അടക്കം കൊടുത്തിട്ട് ജനങ്ങൾക്ക് എത്തിച്ചത്. എൻ്റെ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഉമ്മ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പൊരുത്തണ്ടാവില്ല. എൻ്റെ മകനെ കാണിച്ചു തന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് എന്നോട് എൻ്റെ അമ്മ പറഞ്ഞതാ, ഞാൻ കളവ് പറയില്ല. അത് പറഞ്ഞപ്പോൾ എനിക്ക് എല്ലാം മാറ്റി വെച്ചിട്ട് എനിക്ക് ഈ റഹീമിനെ കാണിച്ചു കൊടുക്കുന്ന ആ റൂട്ടിൽ പോകാൻ. അന്ന് 2010 വീട്ടിൽ വന്നപ്പോൾ ഉമ്മയുടെ ഫോട്ടോ എടുത്തതാണ്. സാറേ നിങ്ങള് അല്ല ഒരു കാര്യം അല്ല, നിങ്ങൾ പറഞ്ഞ കാര്യത്തിലൊക്കെ ഞാൻ വന്നു കഴിഞ്ഞു. ഇനി വെറുതെ ചോദിച്ചിട്ട് എന്നെ ഉമ്മ പറയൂ. അതിന് ഞാൻ പറയുമ്പോ കളവുമല്ലോ. ഞാൻ കണ്ടിട്ടില്ല. ചങ്ങല കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഈ വിധി ഇത്ര വൈകിയത് എന്താണെന്നറിയോ? ഈ 18 വർഷം കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചോദിക്കാൻ എനിക്കറിയില്ല. 18 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന സഹോദരന് എന്തുകൊണ്ട് ഈ വധശിക്ഷ വൈകിയെന്ന് അറിയോ? ഇല്ല, അറിയില്ല. കാരണം കമ്മിറ്റി അത് KMC ആയിരുന്നു. അല്ല, ഈ 18 വർഷത്തിനിടയിൽ ഈ പണം കൊടുത്തു തീർത്ത് വധശിക്ഷ ഒഴിവാതിന് ശേഷമുള്ള മകനെ അല്ലെങ്കിൽ സഹോദരനെ കാണണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഇല്ല. അതിന് മുമ്പ് നമ്മൾ ഉമ്മ ഒരു 6 വർഷം മുമ്പ് ഉംറക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നിരുന്നു. വരുന്നതിന് മുമ്പ് നമ്മൾ ശ്രമം നടത്തി. പക്ഷെ അന്ന് ഇന്ത്യൻ എംബസിയിലെ അവര് പറ്റൂല എന്ന് പറഞ്ഞിട്ട് മുടക്കിയിട്ടുണ്ട്. എത്ര വർഷം ഇപ്പൊ നമ്മളെ ഉമ്രക്ക് വന്നിട്ട് 8 കൊല്ലം. കാരണം അത് ഉമ്രക്ക് വരുന്നത് ഒരു ഗ്രൂപ്പിലാണ്. അത് വന്നു കഴിഞ്ഞാലും അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ടായിരിക്കാം അന്ന് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞാൽ സാധാരണക്കാരാണ്. നമുക്ക് വലിയൊരു സംഭവം പൈസയും കാര്യമൊന്നും ഉള്ള വലിയ ഇതുള്ള ആളുകളല്ല. നിങ്ങൾ എല്ലാവരും അവിടെ വന്ന് വീട്ടിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഒരു തവണ തലവെട്ടാൻ വിധിച്ചു, 2ാം തവണ വിധിച്ചു. ആ സമയത്തൊക്കെ നമ്മൾ അവരെ പ്രതീക്ഷിക്കുക അത് പെട്ടെന്നാവും ഒരു അന്തിമ വിധി വരും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുക. നമ്മൾ ഈ ഉംറ കഴിഞ്ഞ ശേഷം നമ്മൾ 2ഓ 3ഓ വട്ടം എന്നെ പറയാം ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയിൽ നിന്ന് ബ്ലോക്ക് ആളെ പേര് ഇന്ത്യൻ എംബസി പറഞ്ഞാൽ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാം. ബ്ലോക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ പോകാൻ പറ്റൂല എന്ന്. അത് ഇന്ത്യൻ എംബസിയുടെ പ്രശ്നമല്ല. അന്ന് ഉംറ വിസയിൽ സൗദി അറേബ്യയിൽ അത് കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇപ്പോ ഞാനിത് ചോദിച്ചപ്പോൾ നിയമപരമായിട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? എല്ലാം അവസാനിച്ചല്ലോ, റദ്ദ് ചെയ്തു, ഒക്കെ അവസാനിച്ചു. ഇനി നിയമപരമായിട്ട് പ്രശ്നം ഉണ്ടാവില്ല ഞാൻ മനസ്സിലാക്കി. ഞാൻ എന്താ പറയാ അഷ്റഫ് കുറ്റിച്ചാൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുമ്പേ ഉണ്ട്. അവർ തന്നെ 3-4 വർഷം മുമ്പ് ഇതിനു വേണ്ടി മെനക്കെട്ടിട്ട് ഡയറക്റ്റ് അവരെ മുടക്കിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസി മുടക്കിയിട്ടുണ്ട്. അഷ്റഫ് കെയും ഇന്ത്യൻ എംബസി KMCCന്റെ അഷ്റഫ് കെയും അതുപോലെ അഷ്റഫ് കുറ്റിച്ചാലും നടന്ന സംഭാഷണം വരെ ഉണ്ട്. അവിടെയും ഒരു കാര്യം, കാരണം ഞാൻ കോടതിയിൽ സ്ഥിരം പോയിരുന്ന ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര വിശദമായി പറയാൻ കഴിയുന്നത്. കോവിഡിന് ശേഷം ഈ വലിയ എമൗണ്ട് ചോദിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോ അഷ്റഫ്, ഈ KMCയുടെ അഷ്റഫ്, അദ്ദേഹം നേതൃത്വമുള്ള ഈ സമിതി ബദൽ മാർഗം, അതായത് ഇത് കുറയ്ക്കാനോ മറ്റോ വഴിയുണ്ടോ എന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ഷിഹാബ് കൊട്ടിക്കാട് അന്ന് സമിതിയിലെ ട്രഷററാണ്. അദ്ദേഹത്തോട് ഈ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയും അദ്ദേഹമാണ് അഷ്റഫ് കുറ്റിച്ചൽ എന്നൊരു ഓപ്ഷൻ മുന്നോട്ട് വെക്കുന്നത് 2021 ഡിസംബറിൽ. എനിക്കറിയാം, ഞാൻ അഷ്റഫ് കുറ്റിച്ചൽ വഴി
ആ ശ്രമം നടത്തുന്നത്. അങ്ങോട്ട് സമീപിക്കുക. അഷ്റഫ് സാധ്യമായ എല്ലാ മാർഗങ്ങളും തേടുകയാണ് അഷ്റഫ് വേങ്ങാട്ട്. അതിലൊരു മാർഗമാണ് അഷ്റഫ് കുറ്റിച്ചൽ വഴി വന്നത്. അഷ്റഫ് കുറ്റിച്ചൽ റിയാദിലുള്ള അദ്ദേഹത്തിന്റെ അവിടുത്തെ ഗവർണറേറ്റുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ഇവിടെ ഉള്ള ഒരു ഉദ്യോഗസ്ഥന്റെ ഇത് കൊടുക്കുകയും അവിടെ പോയി ബന്ധപ്പെടുകയും അഷ്റഫ് ഒറ്റയ്ക്കും അഷ്റഫ് ഇവിടെ ഉള്ള സഹായ സമിതി അംഗങ്ങളുമായിട്ട് പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടെയുള്ള ആ ആള് ആവശ്യപ്പെട്ടത് പിന്നെ കംപ്ലീറ്റ് രേഖകളാണ്. ആ രേഖകളെല്ലാം കൊടുത്തപ്പോൾ എംബസിയുടെ രേഖ വേണം. അപ്പൊ എംബസി രേഖ കൊടുത്തപ്പോൾ അത് പറ്റില്ല, അംബാസഡർ ഒപ്പിട്ട് അംബാസഡർ നേരിട്ടുള്ള രേഖ വേണം. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന അംബാസഡർ ഔസാഫ് ചെയ്ത് ഇവിടുത്തെ കാലാവധി പൂർത്തിയാക്കി പോയി. അടുത്ത അംബാസഡർ വരാനുള്ളൊരു ഇടവേള ഉണ്ടായിരുന്നു. ആ സമയത്ത് അംബാസഡർ ഇല്ലാത്തത് കൊണ്ട് ആ രേഖ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ ഈ ഏൽപ്പിച്ച ആള്, അതായത് ഇവിടെ ആ ഏറ്റ ആള് ഈ വാദിഭാഗത്തിന്റെ വക്കീലിന്റെ നമ്പർ വാങ്ങുന്നു. അവർ ബന്ധപ്പെട്ടു. ഈ രേഖ ഒന്നും കിട്ടാതെ തന്നെ അവർ ബന്ധപ്പെട്ടു. പിന്നീട് ഉണ്ടായത് ഈ വാദിഭാഗത്തിന്റെ വക്കീല് എംബസിയിലേക്ക് വിളിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്, മാപ്പ് നൽകാൻ. ഇതുപോലെ പുറത്തുനിന്ന് മറ്റിടപെടലുകൾ ഉണ്ടായാൽ ഞങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ആ വാദിഭാഗം എംബസി അറിയിക്കുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ തേടിയ, ഇപ്പൊ നിങ്ങൾ അഷ്റഫ് കുറ്റിച്ചലിന്റെ ബദൽ മാർഗം തേടിയ പോലെ ഇവര് തേടിയ ആ ബദൽ മാർഗത്തിലേക്ക് മുന്നോട്ട് പോകാൻ ഈ സഹായ സമിതിക്ക് കഴിയാതെ പോയത്. അതെല്ലാം നിസ്സഹായാവസ്ഥ കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അതാണ് അതിലൊരു ക്ലാരിറ്റി വരുമെന്ന് തോന്നുന്നു. രണ്ടാമത്തെ വിഷയം ഈ ഇത് വധശിക്ഷ ഒഴിവാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും നീണ്ടത് എന്തുകൊണ്ട് എന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്രയും നീണ്ടത് എന്തുകൊണ്ടെന്നൊരു അന്വേഷണം നമ്മളൊക്കെ നടത്തി. അപ്പൊ റഹീമിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. കാരണം ഇതേ ജയിലിൽ നിന്ന് വധശിക്ഷ ഒഴിവായ ഒരു പഞ്ചാബി പോയത് 1.5 വർഷം കഴിഞ്ഞിട്ടാണ്. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി പോയത് 1.5 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇതിനെ കുറിച്ച് നസീറിനറിയാം, അല്ല റഹീമിനറിയാം. പറഞ്ഞില്ലേ എംബസി തടഞ്ഞു എന്നുള്ളത്, അത് എങ്ങനെയാണ് സംഭവം? ഏത് കാലത്താണ് എംബസി തടഞ്ഞത്? എംബസി തടഞ്ഞു എന്ന് പറഞ്ഞത് ഇപ്പോ അഷ്റഫ് കുറ്റിച്ചാൽ ഒരു പ്രയത്നം നടത്തിയിരുന്നു. ആ സമയത്ത് ഏകദേശം 2 വർഷം മുമ്പാണ്ട് ഉമ്മാന്റെ പാസ്പോർട്ട് വരെ റിന്യൂവൽ ചെയ്തിട്ട് പെട്ടെന്ന് റെഡി ആക്കിയിട്ട് നമ്മൾ പോരാൻ വേണ്ടി നിന്നോടത്തുനിന്ന് എംബസിന് പെർമിഷൻ കൊടുത്തിട്ടില്ല. അതെ, ഈ പൈസന്റെ ഈ വീട്ടിലേക്ക് പോവാൻ ഈ പയ്യന്റെ വീട്ടിൽ പോയിട്ട് ഉമ്മാനെ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് ഈ മാപ്പ് കൊടുപ്പിക്കാൻ. ഈ പൈസ വരുന്നതിന്റെ തൊട്ട് മുമ്പാണ്, പൈസ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഉമ്മാനെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി ഈ അംബാസഡർ വഴി ആപ്പില് പൈസ പിരിക്കുമ്പോഴേ നാട്ടില് നിങ്ങൾക്ക് കുറെ പണം കിട്ടില്ലേ, കയ്യിൽ കൊണ്ടുവന്ന ആളുകൾ തന്നില്ലേ? എത്ര? 8 മിനിറ്റ് ഇതൊന്നും വേണാക്കട്ടെ, ഇനി രണ്ടാമത് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതിനു വേണ്ടി ഇറങ്ങിയപ്പോൾ ഇന്ത്യൻ എംബസിന്ന് പെർമിഷൻ വേണം ഈ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ത്യൻ എംബസിയെ മുടക്കി. ഇതിന് വലിയൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് പുറത്തുനിന്ന് ആള് വേണ്ട. ഉമ്മാനെ കൊണ്ടുപോയിട്ട് സങ്കടം പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് എൻ്റെ മകൻ, നിങ്ങളുടെ മകനെ കൊന്നു, കൈപതി സംഭവിച്ചു പോയി, അതുകൊണ്ട് മാപ്പ് തരണമെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊരു ഇതുണ്ടാക്കിയിരുന്നു. ഇത് കഴിഞ്ഞാലല്ലേ നമുക്ക് റഹീമിനെ മോചിപ്പിക്കാൻ കഴിയുള്ളൂ. റഹീം ഫൈനൽ ഇല്ല, കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇല്ലല്ല, നിങ്ങൾ കുറെ നേരമായി എന്നെ വേറെന്തോ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങൾ കുറ്റപ്പെടുത്തിപ്പിക്കരുത്. കാരണം ഞാൻ എംബസിനെ കുറ്റം ആദ്യം പറഞ്ഞിട്ടില്ല, എപ്പോഴും പറഞ്ഞില്ല. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എംബസി മുടക്കി കുറ്റപ്പെടുത്തലാണോ? എംബസി പറഞ്ഞിട്ടുണ്ട് വലിയൊരു കമ്മിറ്റി ഇവിടെ ഫോം, വലിയൊരു ഫോം ചെയ്തിട്ടുണ്ട്, വലിയ കമ്മിറ്റി. നമ്മളൊരു കാര്യം പറയുമ്പോൾ നാളെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എംബസി എങ്ങനെ മുടക്കിയെന്ന് റിപ്പോർട്ട് ചെയ്ത ആളോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? ഇന്ന വ്യക്തി ഉണ്ടോ, ഇമെയിൽ വഴിയാണോ? ഇന്ത്യൻ എംബസി പറഞ്ഞ എനിക്ക് ആളെ ആര് വഴിയാണ്? അപ്പൊ നിങ്ങളല്ല? ഇല്ല, ഞാനില്ല. നിങ്ങളോടല്ല? ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ അവ്യക്തമായ ആരോപണങ്ങൾ അല്ല, എനിക്ക് അറിയുന്നതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളോടല്ല എംബസി പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ അഷ്റഫ് കുറ്റിച്ചാൽ വഴിയായിരുന്നു അന്നും മെനക്കെട്ടിരുന്നത്. ഈ കുടുംബത്തെ പോയി കണ്ടിട്ട് റഹീമിന് അന്തിമ വിധി വന്ന 2021 എനിക്ക് തോന്നുന്നത് അല്ലേ? ആ സമയത്ത് അതൊന്നും നമുക്ക് കിട്ടില്ല. എനിക്ക് 21 വരെയുള്ള വിധി പകർപ്പ് കിട്ടിയിട്ടുള്ളൂ. ആ 20 പിന്നെ വിട്ടിട്ടില്ല. എന്താ കാരണം? പിന്നെ എംബസിയിൽ നിന്ന് നിങ്ങൾക്ക് അയച്ച വിധി പകർപ്പ്, അല്ല വിധിയല്ല, ഈ ഡേറ്റ് പറയുന്ന ആ കുറിപ്പ് പുറത്തുപോയി അവിടുത്തെ യൂട്യൂബേഴ്സിന്റെ കയ്യിലെത്തി എന്നുള്ള. അതെന്ത് കള്ളത്തരം പേപ്പർ? നിങ്ങളെന്നല്ല,
ആരെന്നാണെന്ന് അറിയില്ല. അല്ല എന്താ സാധനം എന്തായിരുന്നു ഇത് ഈ ഡേറ്റ് ഒക്കെ പറയുന്ന ഇത് അവസാനം എത്രയും രൂപ വേണം, അല്ല എത്ര രൂപ വേണോ, എത്ര രൂപ വേണോ, 15 മില്യൺ. നമ്മൾ ലോകത്തോട് പറഞ്ഞെന്താ 15 മില്യൺ ആണ് ആവശ്യപ്പെട്ടത്, 34 കോടി. ആ പേപ്പറല്ലേ പുറത്തു പോയത്, അല്ലാതെ 5 മില്യണോ 1 മില്യണോ ചോദിച്ച രേഖലല്ലോ. എംബസിക്ക് അവരെന്താണോ അയച്ചത് അതാണ്. അത് വേണല്ലോ. നിങ്ങോട് ഞാനൊരു 100 രൂപ എന്റെ ആലക്കത്തൊരു അമ്പലത്തിന് പിരിവ് വയ്ക്കുമ്പോ അതിന് രേഖ കാണിക്കാതെ എനിക്ക് തരുമോ? അപ്പൊ ഞാൻ അവർ ചോദിച്ചതല്ലേ, അവർ ചോദിച്ച 15 മില്യനാണ്, 34 കോടിയാണ് ഈ എംബസി എന്നോട് പറഞ്ഞത്. കുടുംബം ചോദിച്ചിട്ടുണ്ട്. ലോക സമൂഹത്തോട് ഞാൻ കൊടുത്തു. അതിനിപ്പോ എന്താ കുഴപ്പം? ഞാൻ അത് ചോദിച്ചിട്ടല്ലേ ഇവിടെ എന്റെ ഉമ്മ 34 കോടി ആവശ്യപ്പെട്ടത്. അല്ല എന്താ കളങ്കെന്താ ഉണ്ടോ? എനിക്കറിയില്ല, ഉണ്ടോ? അത് കാരണം കൊണ്ടാണ് അതിന് ശേഷം എനിക്ക് രേഖകൾ തരുന്നില്ല എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം അതിൽ ചോദിച്ചത് 15 മില്യനാണ്. അതാണ് നമ്മൾ പൊതുസമൂഹത്തോട് പറഞ്ഞതും. അതിൽ കുറച്ചോ അല്ലെങ്കിൽ ഇനി 50 ചോദിച്ചിട്ട് എന്തെങ്കിലും അവ്യക്തത ഉണ്ടാക്കിയിട്ട് നമ്മൾ 34 ചോദിച്ചോ അല്ലല്ലോ. അതിലുള്ള കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിലെന്തായോ ഒരു കുടുംബം സമ്മതിക്കാത്ത ഒരു കുടുംബത്തിന് ഒരു വക്കീൽ മീഡിയേറ്ററെ വെച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡീലാണ് ഈ നടക്കുന്നത്. അല്ലാതെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് പുറത്തേക്ക് വരേണ്ട ഒരു ഡീലല്ല. അപ്പൊ അതുകൊണ്ട് ചില രേഖകൾ സ്വകാര്യമായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ രേഖ അങ്ങനെ സ്വകാര്യമായിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അല്ലല്ല പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പിന്നെ ഈ പണം പിരിക്കാൻ ഈ രേഖ കാണിച്ചു കൊടുത്തിട്ടല്ല ഇത്രയും ആളുകൾ മുഴുവൻ പൈസ. സാർ ചാനലിന്റെ ആളാണോ? എന്നോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. 2017 വർഷത്തോളം KMCCയുടെ അഷ്റഫ് വെങ്ങാട്ടായിരുന്നു കേസ് നടത്തിയിരുന്നത്. എല്ലാ പേപ്പറും എൻ്റെ വീട്ടിലുണ്ട്. മൂപ്പർ പറയുന്നത് ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുക്കും, എല്ലാ രേഖകളും എനിക്ക് തരും ചെയ്യും, എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഈ ലാസ്റ്റ് തന്ന പേപ്പറും അതന്നെയാണ്. ഈ പേപ്പർ തന്നപ്പോൾ എനിക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല, പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ എനിക്ക് വേണ്ടപ്പെട്ട കുടുംബങ്ങളും എൻ്റെ വേണ്ടപ്പെട്ട ആളുകൾക്കും ഇങ്ങനെ സംഭവം ഞാൻ ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ഇതിന് നിന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹത്തിലേക്ക് പോയി. അത് വലിയൊരു അപരാധമാണെന്ന് ഇപ്പം പറയുന്നു. അത് കാരണമാണ് എനിക്ക് പേപ്പർ 2017 വർഷം തന്ന പേപ്പറുകൾ ശേഷം ഇതിന് ശേഷമുള്ള പേപ്പർ തരാത്ത. അതുകൊണ്ടാണ് അത് ഞാൻ ചോദിച്ചത്. അത് ചെയ്തത് തെറ്റാണോ എനിക്കറിയില്ല. കാരണം എംബസി വഴി ഒരു കുടുംബം നിങ്ങൾ പറഞ്ഞല്ലോ സൗദി മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിന് ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. അതായത് രണ്ട് കക്ഷികൾ തമ്മിൽ വ്യവഹാരം നടക്കുന്നുണ്ടെങ്കിൽ ഈ വ്യവഹാരം സംബന്ധിച്ചിട്ടുള്ള യാതൊരു രേഖകളും, അതിപ്പോ എംബസി അതിൽ മെൻഷൻ ചെയ്യുമല്ലോ ഇത്ര നമ്പറിൽ ഇന്നാണ് കിടക്കുന്നത്, ആ രേഖകൾ പോലും പുറത്തു പോകരുത് എന്ന് കർശനമായിട്ടുള്ള എന്നോട് പറഞ്ഞിട്ടില്ല. വേറെ പ്രശ്നമുണ്ട്. ഇത് ആരാണ് പുറത്തോട്ട് അറിയില്ല, നിങ്ങൾ ആരോപിച്ചില്ല, ഞങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല. ഇത് പുറത്തു പോയപ്പോ ഈ രേഖ മാത്രമാണ് പോയത്. ഇത് എംബസി അതൊരു പേപ്പറാണ്. ഇത് എംബസിൽ നിന്ന് അയച്ചെന്നുള്ളത് ഇദ്ദേഹത്തിനെ അറിയുള്ളൂ, അല്ലെങ്കിൽ കിട്ടിയവർക്കേ അറിയുള്ളൂ. അപ്പൊ ഈ കിട്ടിയവർ എന്താ വിചാരിച്ചതാ ഇത് വ്യാജമായി ഉണ്ടാക്കിയവരെന്തോ സാധനമാണ്. എംബസിൽ നിന്ന് അയച്ചെന്നുള്ള രേഖ അതിനകത്തില്ല. രേഖയില്ലാന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ തീരുമാനിക്കോളാം. താങ്കൾ പറഞ്ഞ ഞാൻ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു, ഞാൻ കൊണ്ടുപോകുന്നത് സത്യത്തിലേക്ക് മാത്രമാണ്. അഷ്റഫ് കുറ്റിച്ചാലിലാണോ നിങ്ങളോട് പറഞ്ഞത് എംബസിയാണ് ഇത് മുടക്കിയത് എന്നുള്ളത്? ലാസ്റ്റ് ഇങ്ങോട്ട് വരാനുള്ളത് ലാസ്റ്റ് നമ്മള് ഈ പൈസ കൺഫേം ചെയ്യുന്ന തൊട്ട് മുമ്പായിരുന്നു അഷ്റഫ് വേറെ ആളെ വഴി ഇങ്ങനെ ഇതാക്കിയത്. അപ്പോൾ അതിന് എംബസിന്ന് പെർമിഷൻ വേണം ഈ ഫാമിലിയിൽ പോയി കാണുന്നുണ്ടെങ്കിൽ. നമുക്ക് വരുന്നതിന് ആരും പെർമിഷൻ വേണ്ടല്ലോ. അപ്പൊ നമ്മൾ വന്നത് ഇപ്പൊ ആരും പെർമിഷൻ ഇല്ലാതല്ലേ. പുള്ളിയാണ് പറഞ്ഞത് എംബസി സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് എംബസിക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഈ ഇവർക്ക് എംബസി വഴി പവർ ടോൺ എന്താ പറയുക, ഇവർക്ക് പവർ കിട്ടണമെങ്കിലുള്ള അതിൽ കാര്യങ്ങൾ ചെയ്യണം. മാധ്യമങ്ങളിൽ ഈ അവസാന നിമിഷം വന്നതും പ്രൊപ്പഗണ്ട നടത്തിയതും അബദ്ധം കൊണ്ട് സൗദി ബാലൻ മരണപ്പെട്ട് ജയിലിൽ കഴിയുന്ന റഹീമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊപ്പഗണ്ട, അതായത് അത്തരത്തിലുള്ള ന്യൂസുകളാണ് വന്നത്. ഇത്തരം ഡോക്യുമെന്റുകൾ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ റഹീം അതായത് കുറ്റം ചെയ്തു എന്ന് സമ്മതിച്ച ഫോറൻസിക് റിപ്പോർട്ട്, കുറ്റം ചെയ്ത് സമ്മതിച്ച എല്ലാ മൊഴികളും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ആരെങ്കിലും സഹായിക്കുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം രേഖകൾ പുറത്തു പോകരുതെന്ന് പറഞ്ഞത്. പറഞ്ഞോട് ചേർത്ത് തന്നെ പറയാം, 2010 അന്നത്തെ അംബാസഡർ തൽമീസ് അഹമ്മദ് അന്നത്തെ വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദിനോട് ഇവിടുത്തെ കോടതി ആ ഹോട്ടലിന്റെ പേര് പോലും പറയാം നേരിട്ട് പറയുന്ന ആ റിപ്പോർട്ടുകളുള്ള വിവരങ്ങൾ നമ്മൾ കേട്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അത് നിങ്ങൾക്ക് തോന്നും ഞാൻ വേറെ കോട്ട കൊണ്ടുവന്നു, സത്യത്തിലേക്കാ കൊണ്ടുവന്നത്. ഒരു ചോദ്യം ബാക്കിയുണ്ട്. ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. അതൊന്നുകൂടി ചോദിക്കണം. 2017 ശേഷം രേഖകളും തന്നിട്ടില്ല. 17 വർഷത്തെ രേഖകൾ തന്നു. ഈ 15 മില്യന്റെ പേപ്പറിന് ശേഷം അതിനുശേഷമുള്ള രേഖകൾ കഴിഞ്ഞ ദിവസം എംബസിയിൽ പോയിരുന്നു. എംബസിയിൽ നിന്ന് നിങ്ങൾ ആ രേഖകൾ കണ്ടു.
അവർ കാണിച്ചു തരാൻ ശ്രമിച്ചു, എനിക്ക് വേണ്ടെന്ന് പറയാം. കാരണം ഈ രേഖകൾ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ റഹീം എന്നോട് പറഞ്ഞു, എൻ്റെ അനിയൻ പറഞ്ഞു എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. അതോടുകൂടി ഞാൻ രേഖ ചോദിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. കാരണം എൻ്റെ അനിയൻ പറയുകയാണെങ്കിൽ എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്, ജയിലിലുണ്ട്. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി നാട്ടിലേക്ക് വരുമ്പോൾ രേഖകൾ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇന്നലെ എംബസി പോയപ്പോൾ അവരെടുത്ത് കാണിച്ചു തന്നപ്പോൾ എനിക്ക് കാണണ്ട, എനിക്ക് റഹീം പറഞ്ഞ വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഈ നജീം സാറിലൂടെ പുറത്തു വന്ന ഈ ന്യൂസ് അഷ്റഫ് വെങ്ങാട്ട് ഏറ്റെടുത്ത് ഇവിടെ വരെ എത്തിച്ച് റഹീം സഹായ സമിതിയുടെ മുന്നിലുണ്ടായിരുന്ന ഏക ലക്ഷ്യം റഹീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. അതിനെല്ലാ വഴികളും തേടി നമ്മൾ പല 10,000 പേര് ഭക്ഷണം പോലും കഴിക്കാതെ ഈദിന്റെ അന്ന് ബിരിയാണി ചലഞ്ച് നടത്തി ആ പൈസയും പണം പിരിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ പണം അടച്ചു അദ്ദേഹത്തെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. ഇപ്പോ അതോടുകൂടി റഹീം സഹായ സമിതിയുടെ പ്രവർത്തനം കഴിഞ്ഞു. അന്ന് ഈ കൊലപാതകത്തിൽ അല്ലെങ്കിൽ ഈ ക്രൈമില് 2 പേരാണ് പ്രതികൾ, അല്ല ഒരാളെ കൂടിയില്ല. അടുത്ത ദിവസം 17-ാം തീയതി ഈ ഗവൺമെന്റ് കോടതി പറയാണ് മറ്റയാളെ ഹാജരാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റഹീം സഹായ സമിതിയുടെ ഉത്തരവാദിത്വമല്ലല്ലോ. ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കോ? പറഞ്ഞതിപ്പോ അവന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളെ പറ്റിയാ ചോദിച്ചില്ല. അതിന് 10 വർഷം ജയിൽശിക്ഷ അനുഭവിച്ചിട്ട് പുറത്തിറങ്ങിയ ആളാണ്. 3 വർഷം ഇല്ല, എനിക്കറിയില്ല അതിനെ പറ്റിട്ട്. അപ്പൊ അത് ആരെ ഏറ്റെടുക്കും? അത് രണ്ടും കൂടി ഒരുമിച്ചാണ് പ്രോസിക്യൂഷൻ മോചനം ഇനിയും 10 വർഷം കഴിയും. 2 വഴിയാന്ന് പറഞ്ഞിരുന്നു. കാരണം അന്നാണ് റഹീമിന്റെ കേസ് എടുക്കണ്ട, റഹീമിന്റെ കേസ് എടുത്തില്ലല്ലോ. ഈ നസീറിന്റെ വേറൊരു ടീമാണ്. റഫീഖ് അഹമ്മദ്, എന്താ വിദേശ മലയാളി റഫീഖ് അഹമ്മദ് ടാര ഇടപെട്ടിട്ട് അവനെ ജാമ്യത്തിന് എടുക്കുക. സഹായ സമിതി കണക്കുകൾ അവതരിപ്പിച്ചു, പൊതുസമൂഹത്തോട് പറഞ്ഞ് അവരത് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഈ റഹീമിന്റെ കേസ് ഇനി ആര് നടത്തും? ഇങ്ങനെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നതെങ്കിൽ. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എനിക്ക് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നന്ദി പറയാനാ വന്നത്. ഇപ്പൊ നസീറിന് ഏകദേശം ഊഹാപോഹങ്ങളേ ഉള്ളൂ. സമിതിനെ ഫോം വിളിച്ച് എടുക്കുന്നില്ല. കാരണം സമിതിനെ ബന്ധപ്പെട്ട് ഫോൺ ചെയ്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെങ്ങനെ വിശ്വസിക്കും? ഞാൻ കാണിച്ചു തരാം. കാരണം ഒന്നാമത്തത് ഒരു ഗുരുതരമായ വോയിസ് മെസ്സേജ് പുറത്തു പോയിട്ട് അത് ചോദിച്ചപ്പോ നിങ്ങൾ ഞാൻ തമാശ കിട്ടാണെന്ന് പറഞ്ഞത്. പിന്നെ അതില് ഇനിയിപ്പോ നിങ്ങളോട് അതില് അല്ല, എനിക്ക് ഉള്ളത് പറഞ്ഞിട്ടില്ല. തമാശ രൂപത്തിൽ നമ്മളൊരു ഫ്രണ്ട്സ് ഉണ്ട്. സമിതിയിൽ ആരെ വിളിച്ചത് പറഞ്ഞുതരാം. CP മുസ്തഫക്ക ചെയർമാനാണ്. നവംബർ 8-ന് നമ്മൾ ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം അല്ല, ഞാൻ വിളിച്ചതല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബന്ധപ്പെട്ട് 17-ാം തീയതിക്ക് ശേഷം റഹീം സഹായ സമിതി പിരിച്ചുവിടുകയാണ്. അവരുടെ മുമ്പിലുണ്ടായിരുന്നത് റഹീമിനെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ്. അത് അവർ കഠിന പ്രയത്നം ചെയ്ത് അവരത് ചെയ്തിട്ടുണ്ട്. പക്ഷെ കേസ് ഇനി എങ്ങനെ വരും എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് ആര് നടത്തും? റഹീം സഹായ സമിതി പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ എനിക്കതൊന്നും അറിയില്ല. നമ്മളിപ്പോ വന്നത് റഹീമിനെ കാണാനും നിങ്ങളെ കണ്ടിട്ട് നന്ദി പറയാനാണ്. അതുകൊണ്ട് എനിക്ക് വേറെ മീറ്റിംഗ് ഉണ്ട്. എനിക്കറിയില്ല, അങ്ങനത്തെ കേസുകളൊന്നും എനിക്കറിയില്ല. ഞാനല്ല എല്ലാ ആളുകളും ഈ ആളുകളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരെ ജോലി പോലും പ്രതിസന്ധിയിലാക്കിയിട്ടാണ് ഇവിടുത്തെ പല ചാലഞ്ചുകളും നടത്തി പണ സമാഹരണം നടത്തിയത്. അങ്ങനെയാണ് ഈ ഇവിടെ വെച്ചാൽ ഇത് പിന്നെ നാട്ടിലത്തെ പോലെ രാഷ്ട്രീയക്കാരല്ലല്ലോ, എല്ലാവരും ജോലി എടുക്കുന്ന ആൾക്കാരാണ്. അവരിവിടെ വന്ന് ഇവിടുത്തെ നിയമങ്ങളൊക്കെ പല ബുദ്ധിമുട്ടുകൾ മറികടന്നിട്ടാണ് ഈ പണസമാഹരണത്തിനുള്ള പരിപാടികളൊക്കെ ചെയ്തത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ 30-ാം തീയതി ഇവിടെ എത്തിയിട്ട് പോലും നിങ്ങൾ ഒരാളെ പോലും അഷ്റഫ് വെങ്ങാന്റെ നമ്പർ ഉണ്ടല്ലോ, അതിൽ വാട്സപ്പ്. ഈ വിഷയത്തില് ഫാമിലി വിഷയമാണ്. ചെറിയ ഒരു സ്വകാര്യത നമുക്ക് ആവശ്യമുണ്ടായിരുന്നു, അത് ചെയ്തു. നിയമസഭാ സമിതിയുമായിട്ട് ഒരു പ്രശ്നമില്ല. നല്ല നിലയ്ക്കൊരു കേസ് നടത്തിയിട്ടുണ്ട്. അവരോട് നന്ദി പറയാൻ, ഇവിടെയുള്ള ആളുകൾ നന്ദി പറയാനും നിങ്ങളോട് നന്ദി പറയാനാണ് വന്നത്. അവർക്ക് ഒരു അഭിപ്രായവും ഇല്ല. കുടുംബം എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്, നിയമസഭാ സമിതി ഒരു കുഴപ്പമില്ല, നല്ല ഡീസന്റ്. പക്ഷെ മാധ്യമങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞാലും അതുകൊണ്ട് എന്നിട്ട് തന്നെ നാട്ടിൽ നിന്ന് എന്നിട്ട് ബന്ധപ്പെട്ട ചാനലറൊക്കെ വിളിച്ചിട്ട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് അടങ്ങിക്കുക. ലാസ്റ്റ് വേറെ സ്ഥലത്ത് എത്തിയപ്പോഴാണ് പറഞ്ഞത് ഞാൻ യാത്രയിലാണ്. ഉടനെ പോലെ ഫ്ലാഷ് ന്യൂസ് കൊടുത്ത് ഇല്ല, ഇനി എനിക്കറിയില്ല.
നിങ്ങളല്ല ഇതിന്റെ എല്ലാതും വരുന്നത്. നിങ്ങൾ അറിയില്ല എന്നെങ്ങനെ അല്ല ഇതുവരെ ഇല്ല. നിങ്ങളൊരു ചോദ്യം വരുമ്പോ എന്താ ഞങ്ങൾക്ക് ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും ഞങ്ങൾ കയ്യബദ്ധം എന്ന് വാർത്ത എഴുതിക്കൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങള് എല്ലാ സംഗതിയും ഞങ്ങൾക്കറിയാം, ഏറ്റവും തെറ്റ് കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ പലതും ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ഈ ഒരു നന്മക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ കഠിനാധ്വാനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ വിളിപ്പിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ ഇവിടുത്തെ ആളുകൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചത് ഈ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടും ഉമ്മാന്റെ മുമ്പിൽ റഹീമിനെ എത്തിക്കുക എന്നുള്ള ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്. ആ ദൗത്യം കൃത്യമായിട്ട് നിറവേറ്റി റഹീമിനെ ആ വധശിക്ഷയിൽ നിന്ന് പുറത്തിറക്കിയ ഈ ആളുകളെ, ജയിലിൽ നിന്നല്ല വധശിക്ഷയിൽ നിന്ന് പുറത്തിറക്കിയ ആളുകളെ നിങ്ങൾ ചെയ്തത് പിന്നെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. 30-ാം തീയതി വന്നിട്ട് നിങ്ങൾ ഇതുവരെ ഇൻഫോം ചെയ്തില്ല. ഇപ്പോഴും നിങ്ങൾ അവ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് മിനിയാനത്തെ നിങ്ങളെ വോയിസാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യം ഭരണകൂടത്തിന് പരാതി കൊടുക്കാൻ പോകുന്നത് അത് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ തമാശക്ക് പറഞ്ഞതാണെന്ന്. ഇത്ര ഒരു വലിയ ഞങ്ങൾ കുറെ ആൾക്കാർ സീരിയസ് ആയി, നിങ്ങൾ തമാശ ആണെങ്കിലോ അല്ല ഞാൻ പറഞ്ഞ വോയിസ് തമാശ. പിന്നെ നിങ്ങൾക്ക് ഇട്ട ഗ്രൂപ്പില് 8 പേരാണുള്ളത്. 8 പേര് നമ്മളെ വേണ്ടപ്പെട്ട ആളുകളാണ്. അപ്പൊ അവരൊന്ന് തമാശ നമ്മള് റഹീമിന്റെ സഹോദരനല്ല, പുറത്തുള്ള ഒരാളല്ല, നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം. അപ്പൊ ആ രീതിയിലുള്ള ഒരു സംസാരം നമ്മള് അത് മാത്രല്ല ഒരുപാട് സംസാരം ഉണ്ട്. നമ്മൾ അതിന്റെ ബാക്കിൽ അതൊക്കെ വരണ്ടേ? അതും വരാതെ മാത്രം വരുന്നുണ്ടെങ്കിൽ അതിന്റെ വൈരുദ്ധ്യമായിട്ടുള്ള ഒരു കാര്യം ഇപ്പം അതിനുശേഷം പറഞ്ഞു. അതായത് പിന്നെ നമ്മൾ ചോദിച്ചിരുന്നത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ എന്നാണ് നേരത്തെ ചോദിച്ചത്. ഭയപ്പെടുന്നു പറയുകയും ചെയ്തു. ആ ഭയപ്പെടല്ല പറഞ്ഞത്. നിങ്ങൾ എല്ലാം പാടെ വളയും. കാരണം നമുക്കറിയാം ചെറിയൊരു വിഷയം ഉണ്ടാകുമ്പോഴേക്കും നമ്മളെ വീടിന്റെ മുന്നിൽ ചാനലർ വന്നിട്ട് എന്താ പറയാ നാട്ട് ഇവിടെ ഉള്ളവര് സ്വന്തം സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ്. റഹീമിനെ സ്വന്തം സഹോദരനായി കണ്ട് ഇവിടെ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓരോ മാധ്യമങ്ങളും, എന്നാ മാത്രമല്ല ഇവിടെ ഉള്ള ഓരോരുത്തരും, ആ ഓരോ മാധ്യമ പ്രവർത്തകരും റഹീമിന്റെ സ്വന്തം സഹോദരനെ പോലെയാണ് കണ്ടത്. സ്വന്തം സഹോദരനെ പോലെയാണ് കണ്ടത്. ഞങ്ങൾ സമയവും സമ്പത്തും അപ്പൊ നിങ്ങൾ അഭിനന്ദില്ലാത്ത മാധ്യമ പ്രവർത്തകർക്ക് നിങ്ങൾ അഭിനന്ദനം കൊടുക്കുന്നു, നമ്മളെ പേടിക്കുന്നു. മനസ്സിലാവുന്നില്ല. എനിക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ അറിയില്ല. എന്താ പറയാ